എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കുറച്ച് മലയാളം സെൻറ്റൻസസ് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത് എന്നാണ് നോക്കുന്നത്. സോ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തതിനെ ഒന്ന് അറിയിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ആരെങ്കിലും വന്ന് നമ്മളോട് ചോദിക്കുവാണ്. അപ്പോൾ അതിനെപ്പറ്റി ഒരു തീരുമാനം പറയാൻ നമ്മൾ ഇങ്ങനെ പറയത്തില്ലേ, ഞാൻ കുറച്ച് നേരം ഒന്ന് ചിന്തിക്കട്ടെ. അതെങ്ങനെ പറയും? ലെറ്റ് മീ think for a while. Let me think for a while. Think എന്ന് പറഞ്ഞാൽ ചിന്തിക്കുക എന്നാണ്. Let me think എന്ന് പറഞ്ഞാൽ ഞാൻ ചിന്തിക്കട്ടെ എന്നാണ് മീനിങ്. For a while എന്ന് പറഞ്ഞാൽ കുറച്ച് നേരം. സോ ഞാൻ കുറച്ച് നേരം ഒന്ന് ചിന്തിക്കട്ടെ എന്നെങ്ങനെ പറയും? Let me think for a while. ഇനി നമ്മൾ തീയൊക്കെ കത്തിക്കുമ്പം നല്ല പുക വരുമ്പം നമുക്ക് ശ്വാസം മുട്ടൽ അനുഭവപ്പെടത്തില്ലേ? അപ്പം നമ്മളിങ്ങനെ പറയത്തില്ലേ, എനിക്ക് ശ്വാസം മുട്ടൽ അനുഭവപ്പെടുന്നു. അതെങ്ങനെ പറയും? ശ്വാസം മുട്ടുക എന്ന് പറയാൻ സഫക്കേറ്റ് എന്നാണ് പറയുന്നത്. സോ ഐ ആം ഫീലിംഗ് സഫക്കേറ്റഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് ശ്വാസം മുട്ടൽ അനുഭവപ്പെടുന്നു എന്നാണ്. ഐ ആം ഫീലിംഗ് സഫക്കേറ്റഡ്. ഇനി നിങ്ങളൊരു അഡ്മിഷൻ എടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഫീസ് അടയ്ക്കണം. അപ്പം ഞാൻ പണം മുൻകൂർ അടയ്ക്കേണ്ടതുണ്ടോ എന്ന് നമ്മൾ ചോദിക്കത്തില്ലേ? അതെങ്ങനെയാണ് ചോദിക്കുന്നത്? ഞാൻ മുൻകൂർ പണം അടയ്ക്കേണ്ടതുണ്ടോ എന്നാണ് ചോദിക്കേണ്ടത് അല്ലേ? അപ്പം തുടങ്ങുന്നത് എങ്ങനെ വെച്ചിട്ടായിരിക്കണം? ഡു ഐ നീഡ് ടു പേ ഇൻ അഡ്വാൻസ്. ഡു ഐ നീഡ് ടു പേ ഇൻ അഡ്വാൻസ്. ഡു ഐ നീഡ് ടു പേ എന്ന് പറഞ്ഞാൽ ഞാൻ പണം അടയ്ക്കേണ്ടതുണ്ടോ എന്നാണ്. ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ മുൻകൂറായിട്ട്. സോ ഞാൻ മുൻകൂർ ആയിട്ട് പണം അടയ്ക്കേണ്ടതുണ്ടോ എന്ന് ചോദിക്കാനാണ് ഡു ഐ നീഡ് ടു പേ ഇൻ അഡ്വാൻസ്. നമ്മളൊക്കെ ഷോപ്പിങ്ങിന് പോകാറുണ്ട്. അപ്പം ഞാൻ ഷോപ്പിങ്ങിന് പോവുകയാണ് എന്നെങ്ങനെ പറയും? ഐ ആം ഗോയിങ് ഷോപ്പിംഗ്. ഐ ആം ഗോയിങ് ഷോപ്പിംഗ്. ഇവിടെ ഗോയിങ് കഴിഞ്ഞിട്ട് ഒരു പ്രപ്പോസിഷനും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഐ ആം ഗോയിങ് ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ ഷോപ്പിങ്ങിന് പോവുകയാണ് എന്നാണ് മീനിങ്. ഇതേപോലെ തന്നെ ഞാൻ വീട്ടിൽ പോവുകയാണ് എന്ന് പറയാനും ഐ ആം ഗോയിങ് ഹോം എന്ന് പറഞ്ഞാൽ മതി. അവിടെയും പ്രപ്പോസിഷൻ ടു യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഐ ആം ഗോയിങ് ഹോം. ഇതേപോലെ തന്നെ ഞാൻ വിദേശത്ത് അടുത്തയാഴ്ച പോവുകയാണ്. അതെങ്ങനെ പറയും? അവിടെയും ഐ ആം ഗോയിങ് എബ്രോഡ് നെക്സ്റ്റ് വീക്ക്. നെക്സ്റ്റ് വീക്ക് എന്ന് പറഞ്ഞാൽ അടുത്തയാഴ്ച. സോ ഐ ആം ഗോയിങ് എബ്രോഡ് നെക്സ്റ്റ് വീക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ അടുത്തയാഴ്ച വിദേശത്ത് പോവുകയാണ് എന്നാണ്. സോ ഇവിടെ ഒന്നും തന്നെ പ്രപ്പോസിഷൻ ടു യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമ്മളൊരു സ്ഥലം സ്പെസിഫൈ ചെയ്ത് പറയുവാണ്. അതായത് ഞാൻ കോട്ടയത്ത് പോവുകയാണ്. അതെങ്ങനെ പറയും? ഐ ആം ഗോയിങ് ടു കോട്ടയം. അവിടെ ഒരു സ്ഥലം പറയണം അല്ലേ? അതുകൊണ്ട് ടു യൂസ് ചെയ്യണം. ഐ ആം ഗോയിങ് ടു കോട്ടയം. ഇനി അടുത്തത്, നമ്മൾ ഓൺലൈനായിട്ട് ചില പരസ്യങ്ങളൊക്കെ കാണുമ്പം നമ്മൾ പറയത്തില്ലേ, ഇത് കണ്ടിട്ട് വ്യാജമാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഇത് വ്യാജമാണെന്ന് കളിപ്പീരാണെന്ന് തോന്നുന്നു എന്ന് പറയത്തില്ലേ? അതെങ്ങനെയാണ് പറയുന്നത്? ഇറ്റ് സീംസ് ടു ബി ഫേക്ക്. ഇറ്റ് സീംസ് ടു ബി ഫേക്ക്. ഫേക്ക് എന്ന് പറഞ്ഞാൽ വ്യാജം എന്നാണ്. സോ ഇത് വ്യാജമാണെന്ന് തോന്നുന്നു എന്ന് പറയാനാണ് ഇറ്റ് സീംസ് ടു ബി ഫേക്ക്. ഇനി ഭയങ്കരമായ ആശയങ്ങളൊക്കെ ആരെങ്കിലും പറയുവാണെങ്കിൽ നമ്മൾ പറയത്തില്ലേ, എത്ര ഭയങ്കരമായ ആശയം എന്ന്. അതെങ്ങനെയാണ് പറയുന്നത്? ഭയങ്കരമായ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഓഫുൾ എന്ന് പറയാം. സോ വാട്ട് ആൻ ഓഫുൾ ഐഡിയ എന്ന് പറഞ്ഞാൽ എത്ര ഭയങ്കരമായ ആശയമാണ് എന്നാണ്. വാട്ട് ആൻ ഓഫുൾ ഐഡിയ. ഇനി അടുത്തത്, വേറെ എന്താണ് അല്ലെങ്കിൽ മറ്റെന്താണ് നിനക്ക് വാങ്ങേണ്ടത്? സോ മറ്റെന്താണ് എന്ന് ചോദിക്കാൻ വാട്ട് എൽസ് എന്ന് ചോദിക്കാം. വാട്ട് എൽസ്. നിനക്ക് വാങ്ങേണ്ടത് എന്ന് ചോദിക്കാൻ ഡു യു വോണ്ട് ടു ബൈ. വാട്ട് എൽസ് ഡു യു വോണ്ട് ടു ബൈ. ബൈ എന്ന് പറഞ്ഞാൽ വാങ്ങുക എന്നാണ്. സോ വേറെ എന്താണ് നിനക്ക് വാങ്ങേണ്ടത് എന്ന് ചോദിക്കാനാണ് വാട്ട് എൽസ് ഡു യു വോണ്ട് ടു ബൈ. ഇതേപോലെ നമ്മൾ ഇങ്ങനെയും ചോദിക്കത്തില്ലേ, വേറെ എന്താണ് അവൻ പറഞ്ഞത്? അതെങ്ങനെ ചോദിക്കും? വേറെ എന്താണ് എന്ന് ചോദിക്കാൻ വാട്ട് എൽസ്. പറഞ്ഞത് എന്നല്ലേ ചോദിച്ചത്, അത് പാസ്റ്റിലെ കാര്യമാണ്. സോ അവിടെ ഡിഡ് യൂസ് ചെയ്യണം. വാട്ട് എൽസ് ഡിഡ് ഹീ സേ. സേ എന്ന് പറഞ്ഞാൽ പറയുക. സോ വേറെ എന്താണ് അവൻ പറഞ്ഞത് എന്ന് ചോദിക്കാൻ വാട്ട് എൽസ് ഡിഡ് ഹീ സേ. ഇനി നാളെ എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കണേ എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട് അല്ലേ? അതെങ്ങനെയാണ് പറയുന്നത്? ഓർമ്മിപ്പിക്കുക എന്ന് പറയാൻ റിമൈൻഡ് എന്നാണ് പറയുന്നത്. സോ റിമൈൻഡ് മീ ടുമോറോ എന്ന് പറഞ്ഞാൽ നാളെ എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കണേ എന്നാണ്. റിമൈൻഡ് മീ ടുമോറോ. ടുമോറോ എന്ന് പറഞ്ഞാൽ നാളെ. സോ
സോ നാളെ എന്നെ ഓർമ്മിപ്പിക്കണേ എന്ന് പറയാനാണ് റിമൈൻഡ് മീ ടുമോറോ. ഇനി നമുക്ക് ജലദോഷമൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ തൊണ്ട അടയ്ക്കത്തില്ലേ? ഇങ്ങനെ തൊണ്ട അടച്ചിട്ടുള്ള ആ ശബ്ദത്തിന് ഹോഴ്സ് വോയിസ് എന്നാണ് പറയുന്നത്. സോ എൻ്റെ ശബ്ദം അടഞ്ഞതാണ്, അതായത് ജലദോഷമൊക്കെ വന്ന് തൊണ്ട അടഞ്ഞിരിക്കുകയാണ് എന്ന് പറയാൻ മൈ വോയിസ് ഇസ് ഹോഴ്സ് എന്ന് പറയാം. മൈ വോയിസ് ഇസ് ഹോഴ്സ്, അതായത് എൻ്റെ ശബ്ദം അടഞ്ഞതാണ് എന്നാണ് മീനിങ്. മൈ വോയിസ് ഇസ് ഹോഴ്സ്. ഇനി നമ്മൾ ഇങ്ങനെ പറയാറില്ലേ, കാരണം അതെൻ്റെ ശീലമാണ്. ഇതെങ്ങനെ പറയും? ശീലം എന്ന് പറയാൻ ഹാബിറ്റ്. സോ കാരണം അതെൻ്റെ ശീലമാണ് എന്ന് പറയാൻ ബിക്കോസ് ഇറ്റ്സ് മൈ ഹാബിറ്റ്. ബിക്കോസ് ഇറ്റ്സ് മൈ ഹാബിറ്റ്. ബിക്കോസ് എന്ന് പറഞ്ഞാൽ കാരണം എന്നാണ്. ഇറ്റ്സ് മൈ ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ അതെൻ്റെ ശീലമാണ് എന്നാണ്. ബിക്കോസ് ഇറ്റ്സ് മൈ ഹാബിറ്റ്. ഇനി അടുത്തത് നമ്മൾ പറയത്തില്ലേ, നിങ്ങൾ ദീർഘകാലം ജീവിക്കട്ടെ. അതെങ്ങനെ പറയും? മേ യു ലിവ് ലോങ്. മേ യു ലിവ് ലോങ്. ലിവ് ലോങ് എന്ന് പറഞ്ഞാൽ ദീർഘകാലം ജീവിക്കുക എന്നാണ്. സോ നിങ്ങൾ ദീർഘകാലം ജീവിക്കട്ടെ എന്ന് പറയാനാണ് മേ യു ലിവ് ലോങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ദീർഘായുസ് ഉണ്ടാകട്ടെ എന്നാണ് മീനിങ്. മേ യു ലിവ് ലോങ്. ഇനി നിങ്ങളുടെ റിമോട്ട് കേടായി, അപ്പം നിങ്ങൾ തന്നെ അത് ശരിയാക്കുവാണെന്ന് വെച്ചോ. അപ്പം ഞാൻ റിമോട്ട് ശരിയാക്കുകയാണ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഐ ആം ഫിക്സിങ് മൈ റിമോട്ട്. ഞാൻ എൻ്റെ റിമോട്ട് ശരിയാക്കുകയാണ്. ഐ ആം ഫിക്സിങ് മൈ റിമോട്ട്. ഇനി നിങ്ങളുടെ ഫോണാണ് കേടായതെങ്കിൽ നിങ്ങൾ ആരുടെ കയ്യിലും കൊടുത്താണ് അത് ശരിയാക്കുന്നത്, അല്ലേ? അപ്പം അങ്ങനെ വരുമ്പം ഐ ആം ഫിക്സിങ് മൈ ഫോൺ എന്ന് പറയാൻ പറ്റത്തില്ല. നമ്മൾ സ്വന്തമായിട്ട് ശരിയാക്കുമ്പോഴാണ് അങ്ങനെ പറയുന്നത്. ഇവിടെ നമ്മൾ വേറൊരാളുടെ കൊടുത്തിട്ടാണ് ശരിയാക്കുന്നത്, അല്ലേ? അപ്പോൾ അതെങ്ങനെ പറയും? ഐ ആം ഹാവിങ് മൈ ഫോൺ ഫിക്സ്ഡ് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഫോൺ ശരിയാക്കുകയാണ്, പക്ഷെ ഞാനല്ല ശരിയാക്കുന്നത്, വേറൊരാളുടെ കൊടുത്താണ്. സോ അന്നേരം ഇങ്ങനെയാണ് പറയേണ്ടത്, ഐ ആം ഹാവിങ് മൈ ഫോൺ ഫിക്സ്ഡ്. ഇനി നമ്മളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയത്തില്ലേ, എന്നെ ഒന്ന് വീട്ടിൽ ഡ്രോപ്പ് ചെയ്യൂ, അല്ലെ എന്നെ വീട്ടിലൊന്ന് വിടൂ എന്ന് പറയത്തില്ലേ? അതെങ്ങനെയാണ് പറയുന്നത്? പ്ലീസ് ഡ്രോപ്പ് മീ ഹോം. പ്ലീസ് ഡ്രോപ്പ് മീ ഹോം എന്ന് പറഞ്ഞാൽ എന്നെ വീട്ടിൽ വിടൂ എന്നാണ് മീനിങ്. പ്ലീസ് ഡ്രോപ്പ് മീ ഹോം. ഇനി നമ്മളുടെ ഒരു ക്ലോസ് ഫ്രണ്ട് പെട്ടെന്ന് നമ്മളോട് സംസാരിക്കുന്നത് കുറഞ്ഞു. അപ്പം നമ്മൾ അവരോട് ചോദിക്കത്തില്ലേ, നിനക്ക് എന്നോട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അതായത് എന്തെങ്കിലും പിണക്കമുണ്ടോ എന്ന് ചോദിക്കത്തില്ലേ? അതെങ്ങനെയാണ് പറയുന്നത്? ഡു യു ഹാവ് എനി പ്രോബ്ലം വിത്ത് മീ. ഡു യു ഹാവ് എനി പ്രോബ്ലം വിത്ത് മീ. പ്രോബ്ലം എന്ന് പറഞ്ഞാൽ പ്രശ്നം എന്നാണ്. വിത്ത് മീ എന്ന് പറഞ്ഞാൽ എന്നോട്. സോ ഡു യു ഹാവ് എനി പ്രോബ്ലം വിത്ത് മീ എന്ന് പറഞ്ഞാൽ നിനക്ക് എന്നോട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നാണ് മീനിങ്. പിന്നെ അടുത്തത്, ഞാൻ നിനക്ക് വിശദീകരിച്ച് തരാം എന്ന് പറയണം. അതെങ്ങനെ പറയും? ഐ വിൽ എക്സ്പ്ലെയിൻ ടു യു. ഐ വിൽ എക്സ്പ്ലെയിൻ ടു യു. നിനക്ക് എന്ന് പറയാനാണ് ടു യു. ഐ വിൽ എക്സ്പ്ലെയിൻ ടു യു. ഞാൻ നിനക്ക് വിശദീകരിച്ച് തരാം. ഐ വിൽ എക്സ്പ്ലെയിൻ ടു യു. പിന്നെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമ്പോൾ നമ്മൾ പറയത്തില്ലേ, എനിക്ക് എങ്ങനെ ഇതിൽ നിന്നും മുക്തി പ്രാപിക്കാൻ പറ്റും? അതെങ്ങനെ പറയും? ഹൗ ക്യാൻ ഐ ഗെറ്റ് റിഡ് ഓഫ് ദിസ്. ഹൗ ക്യാൻ ഐ ഗെറ്റ് റിഡ് ഓഫ് ദിസ്. ഗെറ്റ് റിഡ് ഓഫ് എന്ന് പറഞ്ഞാൽ മുക്തി പ്രാപിക്കുക എന്നാണ്. സോ എനിക്ക് എങ്ങനെ ഇതിൽ നിന്ന് മുക്തി പ്രാപിക്കാൻ കഴിയും എന്ന് പറയാനാണ് ഹൗ ക്യാൻ ഐ ഗെറ്റ് റിഡ് ഓഫ് ദിസ്. ഇനി അടുത്തത്, എനിക്കവിടെ പോകണമെന്നില്ല. അവിടെ പോവുക എന്ന് പറയാൻ ഗോ ദെയർ എന്നാണ്. സോ എനിക്കവിടെ പോകണമെന്നില്ല എന്ന് പറയാൻ ഐ ഡോണ്ട് വോണ്ട് ടു ഗോ ദെയർ. ഐ ഡോണ്ട് വോണ്ട് ടു ഗോ ദെയർ. എനിക്കവിടെ പോകണമെന്നില്ല. ഇതേപോലെ എനിക്ക് സ്വയം വിഡ്ഢിയാകണമെന്നില്ല എന്നെങ്ങനെ പറയും? സ്വയം വിഡ്ഢിയാകുക എന്ന് പറയാൻ മേക്ക് എ ഫൂൾ ഔട്ട് ഓഫ് വൺ സെൽഫ് എന്നാണ് പറയുന്നത്. മേക്ക് എ ഫൂൾ ഔട്ട് ഓഫ് വൺ സെൽഫ് എന്ന് പറഞ്ഞാൽ സ്വയം വിഡ്ഢിയാകുക. സോ എനിക്ക് സ്വയം വിഡ്ഢിയാകണമെന്നില്ല എന്നെങ്ങനെ പറയും? ഐ ഡോണ്ട് വോണ്ട് ടു മേക്ക് എ ഫൂൾ ഔട്ട് ഓഫ് മൈ സെൽഫ്. ഐ ഡോണ്ട് വോണ്ട് ടു മേക്ക് എ ഫൂൾ ഔട്ട് ഓഫ് മൈ സെൽഫ് എന്ന് പറഞ്ഞാൽ എനിക്ക് സ്വയം വിഡ്ഢിയാകണമെന്നില്ല എന്നാണ് മീനിങ്. മേക്ക് എ ഫൂൾ ഔട്ട് ഓഫ് വൺ സെൽഫ് എന്ന് പറഞ്ഞാൽ സ്വയം വിഡ്ഢിയാവുക എന്നാണ്. സോ ഐ ഡോണ്ട് വോണ്ട് ടു മേക്ക് എ ഫൂൾ ഔട്ട് ഓഫ് മൈ സെൽഫ് എന്ന് പറഞ്ഞാൽ എനിക്ക് സ്വയം വിഡ്ഢിയാകണമെന്നില്ല എന്നാണ് മീനിങ്. ഇനി അടുത്തത്, നഷ്ടപ്പെട്ട സമയം ഒരിക്കലും തിരികെ ലഭിക്കില്ല. അതെങ്ങനെ പറയും? നഷ്ടപ്പെട്ട സമയം എന്ന് പറയാൻ ലോസ്റ്റ് ടൈം. ഒരിക്കലും തിരികെ ലഭിക്കില്ല എന്ന് പറയാൻ ക്യാൻ നെവർ ബി റീഗെയിൻഡ്.
ലോസ്റ്റ് ടൈം ക്യാൻ നെവർ ബി റീഗെയിൻഡ് എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ട സമയം ഒരിക്കലും തിരികെ ലഭിക്കില്ല എന്നാണ്. ലോസ്റ്റ് ടൈം ക്യാൻ നെവർ ബി റീഗെയിൻഡ്. ഇനി നമ്മൾ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിച്ചിരിക്കുമ്പം സമയം പോകുന്നത് അറിയത്തില്ല അല്ലേ? ഇങ്ങനെ സമയം പോകുന്നത് അറിയാതിരിക്കുക എന്ന് പറയാൻ ലൂസ് ട്രാക്ക് ഓഫ് ടൈം എന്നാണ് പറയുന്നത്. ലൂസ് ട്രാക്ക് ഓഫ് ടൈം, അതായത് സമയം പോകുന്നത് നമ്മൾ അറിയില്ല. ഇനി നമുക്ക് പറയേണ്ടത്, ഞാൻ നിന്നോട് സംസാരിച്ചപ്പോൾ സമയം പോയത് അറിഞ്ഞില്ല. അതെങ്ങനെ പറയും? ഐ ലോസ്റ്റ് ദ ട്രാക്ക് ഓഫ് ടൈം വൈൽ ടോക്കിംഗ് ടു യു. ഐ ലോസ്റ്റ് ദ ട്രാക്ക് ഓഫ് ടൈം വൈൽ ടോക്കിംഗ് ടു യു. വൈൽ ടോക്കിംഗ് ടു യു എന്ന് പറഞ്ഞാൽ നിന്നോട് സംസാരിക്കുമ്പോൾ എന്നാണ്. സോ നിന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ സമയം പോയത് അറിഞ്ഞില്ല എന്ന് പറയാനാണ് ഐ ലോസ്റ്റ് ദ ട്രാക്ക് ഓഫ് ടൈം വൈൽ ടോക്കിംഗ് ടു യു. സോ നമ്മൾ ഡെയിലി സംസാരിക്കുന്ന കുറച്ച് മലയാളം സെൻറ്റൻസസ് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത് എന്നാണ് കണ്ടത്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ആൻഡ് സ്റ്റേ സേഫ്.